എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്നത്തെയും പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അടുക്കള വാതിൽ പോയി കാലത്തെ തന്നെ തുറക്കും കേട്ടോ. എന്നിട്ട് ചായ വെക്കണം, പിന്നെ ചോറ് വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നെടുനീളെ കിടപ്പുണ്ട്. ഒരടപ്പിൽ ചായക്കും അപ്പുറത്തടപ്പിൽ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി എടുക്കാൻ വേണ്ടി വന്നതുണ്ട്. അപ്പോൾ ആ പച്ച ബക്കറ്റിലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അരി വയ്ക്കണത്. പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും പച്ചരി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അരി വാങ്ങുമല്ലോ. അപ്പോൾ മട്ടരി ആണെങ്കിൽ ഇവിടെ വാങ്ങൂല കേട്ടോ. മട്ടരി ഞാൻ ഇവിടെ ചോറ് വയ്ക്കാറില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ 1 കിലോനൊക്കെ വാങ്ങി. പിന്നെ ഞാൻ മട്ടരി വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി മട്ടരി വാങ്ങും കേട്ടോ. അല്ലാതെ നമ്മളിവിടെ മട്ടരിയുടെ പണിയേ ഇല്ല. വെള്ളരി തന്നെ. പിന്നെ റേഷൻ കടയിൽ വെള്ളരി ഞാനിവിടെ വയ്ക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഒരിടയ്ക്ക് എപ്പോഴും വെള്ളരി കിട്ടുമായിരുന്നു. പിന്നെ കിട്ടാണ്ടായപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് ചാക്കരി വാങ്ങാനായിട്ട് തുടങ്ങിയത്. എനിക്ക് റേഷൻ കടയിലെ വെള്ളരി ഭയങ്കര ഇഷ്ടം കേട്ടോ. കിട്ടുമ്പോഴൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അത് വേറൊരു ബക്കറ്റിലാക്കി വെക്കുവേ. അങ്ങനത്തെ അരിയെല്ലാം കഴുകി ഇടുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ചായ കുടിക്കാനുള്ള പുട്ടും കടലയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി മാറ്റിയിട്ട് വേണം കടലയൊക്കെ വേവിക്കാനായിട്ട് വെക്കാൻ. ഇന്ന് ചൊവ്വാഴ്ച ചെയ്തുകൊണ്ടിട്ട് തന്നെ എനിക്ക് 11:30 ഒരു മീറ്റിംഗ് ഉണ്ട്. അന്ന് ഞാൻ പച്ച സാരിയൊക്കെ കൊടുത്തിട്ട് ഓഗസ്റ്റ് 15 നമ്മുടെ പതാക ഉയർത്താൻ പോയില്ലേ, അത് ഞാനൊരു 10 വർഷമായിട്ട് ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട് നമുക്ക് ഉപകാരമുള്ളതുകൊണ്ടാണ് നമ്മളത് വിട്ടുകളയാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പോകണം. മുണ്ടൻവേലിലാണ്ടാ. അപ്പോൾ ചേട്ടൻ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പണികളൊക്കെ കൂട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയാവും ഞാൻ വരുമ്പോഴേ. ഇപ്പോൾ 11:30 പോയാൽ 12:30, 12:45 ചിലപ്പോൾ 1 മണിയാകും കേട്ടോ. പിന്നെ അവിടെയൊക്കെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചിലരൊക്കെ നിൽക്കും. കാരണം നമ്മൾ അങ്ങോട്ട് ഈ മീറ്റിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ അങ്ങോട്ടൊക്കെ മുണ്ടൻവേലിലോട്ട് പോകാറുള്ളൂ, നമ്മുടെ ഏരിയയിലോട്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വൈകും. അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ കൂട്ടി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ കറി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും 9:45 ആവും. അപ്പോൾ കൊണ്ടുവന്നിട്ട് വേണം മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകി കറിയാക്കി വെച്ചിട്ട് കുളിച്ചിട്ട് പോകാനായിട്ട്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. നമുക്കത് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. കടല വേവിക്കാനായിട്ട് അടപ്പത്തേക്ക് വെച്ചിട്ടും ഇപ്പുറത്ത് വന്ന് ജനലൊക്കെ എല്ലാം തുറക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് കടലക്കറിയുടെ റെസിപ്പി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് നനക്കണ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഒരാളോടി മുകളിൽ കയറിയിട്ടാ. കുളിക്കണത് അവന് ഭയങ്കര മടിയാണ്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ വേഗം മുകളിലോട്ട് കയറിയതാ. മിക്കു വാ. എൻ്റെ കൂർക്കച്ചെടി നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട്. കണ്ട കടല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനവിടെ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് അപ്പോൾ ആലിനോട് ഞാൻ പറഞ്ഞേ പുട്ടും കടലയും വേണ്ടി രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആല് ചിടുങ്ങാൻ തുടങ്ങി. സ്കൂളിലും കടലയാണ് വീട്ടിലും കടലയാണെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഞാൻ പറഞ്ഞ പുട്ടും പാലും ഉണ്ടാക്കി തരാം, പുട്ട് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും. അങ്ങനെ ഇപ്പോൾ കഴിക്കാമെന്ന്, പാലും കുട്ടിയാണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്ക് ഓരോ കണ പുട്ടാണ്, ഒരു കണ പുട്ടാണ് ഞാൻ ആകെ പുഴുങ്ങിയത്. ആമിയാണെങ്കിൽ 1-2 പിടി കഴിച്ചു. പിന്നെ ഞാൻ കാര്യമായിട്ട് നിർബന്ധിക്കാത്തത് അവർക്ക് ക്ലാസ്സിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് കഴിച്ചിട്ട് പോകണം, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനെ 2 പേർക്ക് ഒരു മുട്ട സ്കൂളിൽ കൊണ്ടുവന്നിട്ട് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും ആമി പറഞ്ഞു ആമിക്ക് ഒരു മുട്ട വറുത്ത് കഴിക്കാനായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 4 പുട്ടും പാലും കഴിച്ച് ആമി മുട്ട വറുത്തതും കഴിച്ചപ്പോൾ ഡ്രസ്സിന് മാച്ചായ പൊട്ട് തൊട്ട് കൊടുക്കണേട്ടാ ഞാൻ. ആലുവിനെ പോലെയല്ല കേട്ടോ, ആമിക്ക് ഭയങ്കര നിർബന്ധവും വാശിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ചെറുതും കൂടി ആയതുകൊണ്ട് ഒരു ഇച്ചിരി പുഞ്ഞാരം കൂടുതലുമാണ്. പിന്നെ ഞാൻ കുറേ കുരുത്തക്കേട് കാണിച്ച് സഹി കിടുമ്പോഴാണ് കേട്ടോ ഓരോന്നൊക്കെ വെച്ച് കൊടുക്കണത്. അപ്പം തന്നെ എൻ്റെ അമ്മനോട് അപ്പൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അമ്മേനോട് ഗൾഫിലോട്ട് വിളിച്ച് പറയും, അമ്മ ഇതുപോലെ തല്ലിയെന്ന് പറയും. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും. പറയണ ആൾ ഫസ്റ്റാണ് എൻ്റെ അമ്മ. ഞങ്ങൾ ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേന് അടി കഴിച്ചിരിക്കും ഞങ്ങളുടെ അമ്മ, എന്നെയും ആങ്ങളെയൊക്കെ. ആ ആളാണ് എൻ്റെ മക്കളെ ഞാൻ തല്ലാൻ പോകുമ്പോൾ തല്ലല്ലേ എന്ന് പറയണത്. അങ്ങനത്തെ 2 പേരെയും സ്കൂളിലോട്ട് പറഞ്ഞയച്ച് പിന്നെ ഞങ്ങൾക്കുള്ള ചായക്കുള്ളത് പുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടി അടപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി കടലയും കൂടി കടല താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് കടലക്കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ഞാൻ കടലക്കറിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരായിരിക്കും വീണ്ടും ചോദിക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ കടലക്കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിരിക്കും ഇത് ചോദിച്ചത്. അപ്പോൾ ഞാൻ കരുതി ഈ വീഡിയോക്കകത്ത് എന്തായാലും കടലക്കറി ഉണ്ടാക്കണമല്ലേ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കിടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലിട്ട് വഴറ്റാനിട്ട്. പിന്നെ ഞാൻ വേവിച്ച കടലയുടെ അകത്തുനിന്ന് കടല മാത്രം എടുത്ത് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇത് നല്ലതുപോലെ വാടിയതിലോട്ട് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കടല വേവിച്ച് വെച്ച കടലയില്ലേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കടലക്കറിയിലൊന്നും തക്കാളിയൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കടല ഇപ്പം ഞാനിപ്പോൾ കടല വേവിച്ചത് ഇട്ടില്ലേ, ഇനി ഇട്ടതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങ ഇടാതെ കടല മാത്രം ഞാൻ പേസ്റ്റ് വരെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഞാനതുപോലെ അതൊക്കെ എടുത്ത് കുറുകി. അപ്പം ഒരുപാട് അങ്ങനെ കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടല നമ്മൾ അരച്ച് വെച്ചത് അതിലോട്ട് ചേർക്കുമ്പോൾ തന്നെ കറി ഒന്ന് നല്ലതുപോലെ കുറുകും. അപ്പോൾ ആ സമയത്ത് ഉപ്പും കൂടി നോക്കിയിട്ട് തീ നമുക്ക് ഓഫാക്കാം കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് തെളിയുമ്പോഴത്തേക്കും തീ ഓഫാക്കാം. അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലയുടെ കൂട്ടത്തിൽ തേങ്ങ അരച്ച് ചേർത്തും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ പാൽ പിഴിഞ്ഞുണ്ടാക്കാറുണ്ട്, പല നിറത്തിലുണ്ടാക്കാറുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞിക്കാണെങ്കിൽ ഇതേപോലെ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കും. ഇതേപോലെ തന്നെ പിന്നെ തേങ്ങയല്ല കടല അരച്ച് ചേർക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കഞ്ഞിയും കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ നൊവേനക്കൊക്കെ പോകുമ്പോഴേ അവിടെ പള്ളികളിൽ കഞ്ഞിയും നല്ല തേങ്ങാപ്പീരിട്ട കഞ്ഞിയും കടലക്കറിയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. പക്ഷെ നമ്മളത് വീട്ടിൽ വെച്ചാൽ അതേപോലെ ആവില്ല കേട്ടോ, നേർച്ചക്കഞ്ഞി പോലെ. അങ്ങനെ പുട്ടും കടലൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന സർവത്ര പാത്രം എടുത്തതെല്ലാം തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ പകുതി 3/4 ജോലിയും കഴിഞ്ഞതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞാൽ പണിയൊക്കെ കൂട്ടുന്നത് എനിക്ക് പോകാനുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന മീനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ചാള വാങ്ങിയാൽ മതി. ചാളയും അയിലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഞാൻ കൂടുതലും മീൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ നേരത്തെ ഞാൻ ചേട്ടൻ്റെ കൂടെ പോകാറുണ്ട് കേട്ടോ. കാരണം ചേട്ടന് മീൻ നോക്കി വാങ്ങാൻ അറിയാൻ പാടില്ല. അവർ ചീനത് കൊടുത്തിട്ടാൽ ചീനത് വാങ്ങി വീട്ടിലോട്ട് വരും. ചേട്ടൻ വന്നപ്പോഴേ ചാള മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വരുന്ന വഴി തന്നെ എന്തെങ്കിലും കറി മേടിച്ചോണ്ടോ, കറി വെച്ചിട്ട് വേണം എനിക്ക് പോകാനെന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് വിൻ സൊസൈറ്റി ഉണ്ട്, അപ്പോൾ അവിടെ പോകാനുണ്ട്. എനിക്ക് 11:30 അപ്പോൾ കറി വെച്ച് ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. കറിയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. ചെറിയ ചാളയും ചാളയും അയിലയും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചാള വാങ്ങാമെന്ന് പറഞ്ഞു. മീൻ വാങ്ങാൻ പോകുമ്പോഴേ പിന്നെ എപ്പോഴും വിളിക്കും കേട്ടോ, എന്ത് മീനാണ് വേണ്ടത് ചോദിച്ചു. അവിടെ ഉള്ള മീനിൻ്റെ പേരൊക്കെ അറിയാവുന്ന മീനിൻ്റെ പേരൊക്കെ പറഞ്ഞൊക്കെ തരും. അപ്പോൾ ഇന്ന് ചാളയായിലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിത് തേങ്ങ അരച്ച് മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്നറിയാം, 2 നേരത്തൊക്കെ കറിയാവും. അപ്പോൾ അതിൽ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോൾ വേറെ കറി വെക്കണം. മീൻ കറി അങ്ങോട്ട് ഒരു ചാറ് കറി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കും ആവും രാത്രിത്തേക്കും ആവും. അപ്പോൾ നമുക്കിത് തേങ്ങ അരച്ച് അങ്ങനെ കറി വയ്ക്കാം, വേണമെങ്കിൽ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്യാം. അങ്ങനെ മീനെല്ലാം വീട്ടിൽ തേച്ച് കഴുകിയത് കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്
അപ്പോഴേ കറിക്ക് ഉള്ളി അല്ലട്ടാ ചേർത്തേക്കണം. നമ്മൾ ഈ വണ്ടിക്കാർ കൊണ്ടുവരില്ലേ സവോള ഉള്ളി എന്നും പറഞ്ഞിട്ട്, അതിവിടെ ഒരു 3-4 കിലോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ 100 രൂപയായിട്ടായിരുന്നു. അപ്പോൾ അത് അധികം തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറിക്ക് എടുത്തേക്കുന്നുണ്ട്. പിന്നെ വറുക്കാനുള്ള മീനിലോട്ട് ഇതേ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങൾ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ ചവറ് പോലെ. അപ്പോൾ അതൊക്കെ കയ്യോടെ അപ്പോൾ തേച്ച് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് ആറ് തിളച്ചപ്പോഴത്തേക്കും മീനെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് മീൻകറി അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു പച്ചക്കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പച്ചക്കറി വയ്ക്കാനായിട്ട് പച്ചക്കറി ഇല്ല, കുമ്പളങ്ങയുടെ ഒരു കഷ്ണം മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ അത് കൊണ്ടിട്ട് പച്ചക്കറി ഒന്നുമില്ല. പിന്നെ ഈ മീൻകറി തന്നെ ധാരാളം, നമുക്ക് രാത്രി വരെ ഇനി വേറെ കറികളൊന്നും വയ്ക്കണ്ട കേട്ടോ. എനിക്ക് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മീൻകറി വെക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടിട്ടാണ് കേട്ടോ. നമുക്ക് 2 നേരത്തൊക്കെ എപ്പോഴും കറി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ രാത്രിത്തേക്കും വേറെ കറി വയ്ക്കാൻ നടക്കണം, അങ്ങനത്തെ പാടായിരിക്കും. അപ്പോൾ അതേ കറി അടപ്പത്താക്കിയിട്ട് നേരെ അവിടേക്ക് ഒന്ന് മൊത്തത്തിൽ തേച്ച് കഴുകണേണ്ട. ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോണതാണ്. എനിക്ക് എവിടെ പോകണതാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മെനയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും. പിന്നെ കിടന്നൊന്ന് വിരകണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കിടന്ന്. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച്. ഇനി ഇതും കൂടി കറി ഓഫാക്കിയിട്ട് വേണം എനിക്കിനി പോയി കുളിക്കാനായിട്ടാ. കുളിയൊക്കെ കഴിഞ്ഞിട്ടേ വന്നിട്ടപ്പോൾ നമ്മൾ പോകാൻ 11:10. അപ്പോൾ ഇന്നലെ ഞാൻ മൂക്കുത്തി വാങ്ങാൻ വേണ്ടി പോയതുകൊണ്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് വെള്ളക്കല്ലായിരിക്കും നല്ലത്. വെള്ളക്കല്ലിൻ്റെ എൻ്റെ അടുത്ത് ഉണ്ട്, ഒറ്റക്കല്ലിൻ്റെ ഉണ്ട്. അത് ഞാൻ കൊടുത്തില്ല. ഭാഗ്യം 2 ഉണ്ടായില്ലേ, ഒരു തളയില്ലാത്തതും പിന്നെ ഒരു ഒടിഞ്ഞതും ഉണ്ടായത് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടട്ടോ വെള്ളം. അപ്പോൾ ഞാൻ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ. മറ്റേത് 2 ഒടിഞ്ഞതും ഉണ്ടായി തട പോയതും കൊടുത്തിട്ട് ഇത് വാങ്ങി. പിന്നെ ഇതിപ്പോൾ വാങ്ങിയതല്ലേ തൊട്ട് കുറച്ച് ദിവസം കിടക്കട്ടെ എന്ന് കരുതി ഞാൻ മാറ്റി ഇടുങ്ങട്ടെ. ഇത് കുറേ പേര് പറഞ്ഞ് കൊള്ളാന്ന്, കുറേ പേര് പറഞ്ഞ് കൊള്ളൂലെന്ന്. ഞാൻ പണിയൊക്കെ ഒതുക്കിയിട്ട് പോകാൻ കൂടെ. അപ്പോൾ ചേട്ടന് മുടിയാ താടിയാ എന്നൊക്കെ വെട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളെന്നെ ആക്കിയിട്ട് അങ്ങോട്ട് പോകും. കുറേ കമൻ്റ് ഉണ്ടായിരുന്നിട്ട് നമ്മളെ മൂക്കുത്തി വാങ്ങിയ ആ വീഡിയോ ഇട്ടതിൻ്റെ അകത്തേ. കുറേ അധികം പേര് പറഞ്ഞത് കൊള്ളില്ലെന്നാണ്, പിന്നെ ചുരുക്കം ചില ആൾക്കാർ പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒന്നും കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് അടുപ്പിച്ച് വന്ന് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വാരി നമ്മളത് ഇറങ്ങണേണേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുടിയാണോ താടിയാണോ എന്താണെന്നറിയില്ല, എന്നോടൊക്കെ വെട്ടാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ എന്നെ ആ കൂട്ടത്തിൽ അവിടെ ആക്കിയും തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 2 കൂടി ഇറങ്ങി. എന്നെ ആ വഴിയിൽ ഇറക്കി തന്നിട്ട് വീടിൻ്റെ അങ്ങോട്ട് പോയില്ല, ആ റോഡിൽ ഇറക്കി തന്നപ്പോൾ ആ വഴി തന്നെ അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനത് നടക്കണ വീഡിയോ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഫോൺ ഓടി വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നടക്കണ വീഡിയോ ഒന്ന് എടുത്ത് തന്നിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മീറ്റിംഗ് കൂടാൻ വേണ്ടി വന്ന വീട്. അപ്പോൾ 1 മാസം ഒരാളുടെ വീട്ടിലാണ് കേട്ടോ മീറ്റിംഗ് ഇങ്ങനെ വെക്കണത്. അപ്പോൾ ഇവിടുത്തെ ദിനത്തോടു കൂടി തീരും. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കടയിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതും വാങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്നുട്ടാ. വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ വറുക്കണമല്ലോ, ആ മീനും കൂടി വറുക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചോറെടുക്കാം. പോയിട്ട് വന്നപ്പോഴേ കുറച്ച് താമസിച്ച് പെട്ടെന്ന് തന്നെ മീൻ വറക്കാം. ഇനി ഇറങ്ങണ്ടല്ലോ എന്ന് കൊടുത്തിട്ട് കയറിയതാണ് കടയിൽ. ഒരു കോമഡി ഉണ്ടായി. എന്നെ മീറ്റിങ്ങിന് ആക്കിയിട്ടും ചേട്ടൻ മുടി വെട്ടാന്ന് പറഞ്ഞിട്ട് മുടി വെട്ടുകടയിൽ പോയി. ഇന്ന് ചൊവ്വാഴ്ച എന്നുള്ള കാര്യം മറന്നുപോയി. അവിടെ ചെന്നപ്പോൾ ചമ്മിപ്പോയി. എല്ലാവരും ചൊവ്വാഴ്ച ദിവസമാണ് മുടി വെട്ടാറങ്ങി. അത് മുടി വെട്ടുകട തുറന്നിട്ടാണ്.
മീൻ വറുക്കാനിട്ട് വെച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ ബക്കറ്റിലാക്കി വെക്കും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടാ. ഞാനേ ചോറ് തിളപ്പിച്ച് രാവിലെ ഇറക്കി വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് പിന്നെ അടക്കളയിൽ മുമ്പ് ഒരു വട്ടം കൂടി തിളപ്പിക്കും കേട്ടോ. ചിലവർ പറയും തിളപ്പിക്കേണ്ടത്, പക്ഷെ ഞാൻ തിളപ്പിക്കും. കാരണം ചോറ് ഒരു വേവ് കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് അടച്ചിടും. അങ്ങനെ എപ്പോഴും ചെയ്യാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സമൂസയുടെ റെസിപ്പിയും പിന്നെ മയോണൈസിൻ്റെ റെസിപ്പിയും ഞാൻ മറന്നു പോയിട്ടില്ല. അത് ചെയ്യാൻ ഞാനതിവിടെ ഉണ്ടാക്കുമ്പോഴേ ചെയ്യുള്ളൂ. കുറച്ച് താമസം ഉണ്ടാവും. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഉണ്ടാക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ ഉള്ളിടുന്ന സാധനങ്ങൾ വേണ്ടേ. അപ്പം സമയവും സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഇവിടെ എപ്പോഴാണോ ചെയ്യണത് ആ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടെടുക്കാം. കുറച്ച് വൈകൊന്നും ഉണ്ടാവുള്ളൂ. ഇത് മറന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് അവിടെ പുറത്ത് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേ പുറത്ത് വയ്ക്കാൻ പാടില്ല, ഇറങ്ങണ അവിടെ തന്നെ ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെ ചിലപ്പോൾ പോലെ മഴയും കൊണ്ടാലും നല്ല വെയിലൊക്കെ വരും. അവിടെ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കുള്ളൂ. ചെരുപ്പിന് വെയിൽ കൊണ്ടാവില്ല, കുഴപ്പമുണ്ടാകുന്ന അറിയാൻ പാടില്ല. എന്നാലും ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് ചിലപ്പോൾ പൊളിഞ്ഞൊക്കെ പോയാലെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇറയത്തോട്ടല്ല, ഇറയത്ത് നിന്ന് കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഇറയത്തുനിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോഴേ ആമിയുടെ ചെരുപ്പ് ആമിതേ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇവിടെ നടന്ന് മുഴുവനും പൊട്ടിച്ച് വെച്ചപ്പോൾ ചേട്ടൻ അത് ഒരു പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കണേന്. പുതിയ ചെരുപ്പാണ് കേട്ടോ, വെറുതെ ഇട്ടെന്നെ നടക്കും. ഒരു ഷോളും ഇട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അത് വേഗം പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ സൈഡിൽ ഒട്ടിയാന്ന്. ഇവിടെ ചെരുപ്പ് മാത്രമല്ല കേട്ടോ, എൻ്റെ ഷൂസ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നതാണ് സൈഡിൽ. ഇതും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിയത്. പശ ഒട്ടിച്ച് തൽക്കാലം കുറച്ചാളൊക്കെ ഇട്ട് നടക്കാം, വെറുതെ കളയണ്ടല്ലോ. എന്റെ പെൻസിലുണ്ട്, പെൻസില് നോക്കിയില്ല. അപ്പൊ മിസ്സിന്റെ പെൻറ്റോടെ വന്നില്ല. അപ്പല്ലേ അമീറിന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പ എൻ്റെ വന്ന പോലും ഇല്ല. അപ്പോഴേ ഞാൻ വൈകിട്ടത്തേക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ടാ കുറച്ച് നേരം കാണാനുണ്ട്. അപ്പം ഞാനത് നമ്മുടെ ഈ വീഡിയോ ഇട്ടിട്ടില്ല, ഷോർട്സ് ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. റവ ഉണ്ടേണേ, റവ വെച്ചിട്ട് ശർക്കരയും ഞാലിപ്പൂവൻ തേങ്ങ ഇപ്പം അരമുറിയാണെങ്കിലും എടുക്കാട്ടെ. ഞാൻ ചെറിയൊരു തേങ്ങ ആയതുകൊണ്ട് ഒരു ഒറ്റ തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശർക്കരയും ആദ്യം തന്നെ നമ്മൾ നെയ്യിൽ റവ ഒന്ന് വറുത്തെടുക്കണം. ശർക്കര ഉരുക്കാനായിട്ട് വേറെ വെക്കണം. അപ്പോൾ 1 കിലോ ശർക്കര 1 കിലോ റവയും എടുക്കണം. എന്നിട്ട് ആദ്യം ശർക്കര ഉരുക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒപ്പം തന്നെ നമുക്ക് അപ്പുറത്തടപ്പിൽ റവ ഒന്ന് ആദ്യം വറുത്തെടുക്കണം. റവ വറുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ നമ്മളൊന്ന് തേങ്ങ ചെറിയ വെച്ചില്ലേ, അതൊന്ന് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോണത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി എടുക്കാൻ പറഞ്ഞ കാര്യം അവിടെ വെച്ചാകും. ചൂടാക്കി എടുക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് പെട്ടെന്ന് കേടായി പോകില്ല. പച്ച തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് ചീത്തായി പോകും. അപ്പം അതൊന്ന് വറുത്തിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച ശേഷം നമ്മൾ ആദ്യം ശർക്കര ഉരുക്കിയെടുത്തില്ലേ, അത് അരിച്ച് ആ ചട്ടിയിലോട്ട് ഒഴിക്കണം. എന്നിട്ട് ഈ ശർക്കരയും റവയും തേങ്ങയൊക്കെ വറുത്ത് മാറ്റിയ ചട്ടിയിലോട്ട് ശർക്കര അരിച്ചൊഴിച്ചിട്ട് അതിലോട്ടൊരു 4 ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ ചെറുപഴം അത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ട് ഇതും ഈ ശർക്കര പാനിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അപ്പുറത്തേക്ക് പോയിക്കാമോ. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കുറയുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നാളൊന്ന് ചുമ ഇപ്പോഴും ശരിക്കും വിട്ടെന്ന് അറിയില്ല. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം. വരട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കി എടുത്തിട്ട് അതിലോട്ട് തേങ്ങ ഇടണം. തേങ്ങ ചേർത്തുമ്പോൾ ആദ്യം വറുത്ത് വെച്ചില്ലേ, ആ തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ വിളയിപ്പിച്ചെടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് തീ ഓഫാക്കിയിട്ട് റവ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് നെയ്യ് തടവി വെച്ചിട്ട് ഈ ചൂടോടുകൂടി തന്നെ ഈ റവ അതിൻ്റെ അകത്തോട്ട് പരത്തി വെച്ച് കൊടുത്തിട്ട്
ചൂടോടുകൂടി തന്നെ പിടിച്ചു കൊടുക്കണം. പിടിക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ലെങ്കിൽ കുറച്ച് നീര് കയ്യിൽ തടവിയിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. ഇത് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ കട്ടിയാകുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണൂലേ അതൊന്നും അറിയാൻ പാടില്ല. ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഒരു കുന്ന് പാത്രം കഴുകാൻ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് തേച്ച് കഴുകട്ടെ കേട്ടോ. കുറേ ഉണ്ട്, കിടക്കുന്നുണ്ടല്ലേ. ശർക്കര ഉരുക്കിയതും അത് ഉണ്ടാക്കിയതും നേരിടവിയ പാത്രം എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനേ പാത്രം കൈകൊണ്ടുവന്നപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞേ പുറത്തൊരു കൊറിയർ വന്നിട്ടുണ്ട്, അയാളോടെ കാത്ത് കണ്ടൊന്ന് ചെന്ന് വാങ്ങാൻ പറഞ്ഞിട്ട്. ഞാനടുത്ത് ചേട്ടൻ്റെ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തായിരിക്കില്ല, ബെൽറ്റാ ഈ ബോക്സ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ച വല്ല ബെൽറ്റാ വല്ല ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ ഞാനേ ഇവിടെ കൊണ്ടുവന്നിട്ടും അവിടെ എടുത്ത് വെച്ചപ്പോൾ ആമി സമ്മതിക്കണില്ല. എന്താണ് പൊട്ടിക്കമ്മ, എന്താ നോക്കുന്നത്. അപ്പം ഞാൻ ചായ കടപ്പിൽ വെച്ചിട്ട് കത്ര കൊണ്ട് ഇതൊന്ന് പൊട്ടിച്ച് തുറന്നു നോക്കിയപ്പില്ലേ സെൽഫി സ്റ്റിക്കാണ് കേട്ടാ. എന്നോട് പറയാതെ വാങ്ങി തന്നപ്പോൾ എനിക്കിത് ഉണ്ടായിരുന്നപ്പോഴേ അത് ഈ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുത്ത് നശിപ്പിച്ചെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇല്ല നശിപ്പിക്കാനല്ലേ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾക്ക് കൊടുത്ത് നശിപ്പിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ത് ബുക്ക് ചെയ്തതാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ പറയാണ്ട് നമുക്ക് എന്തെങ്കിലും സാധനം ഇപ്പൊ കുഞ്ഞാണെങ്കിലും ഇപ്പൊ വലിയ സാധനങ്ങളിലും ചെറിയ സാധനങ്ങളിലും പറയാതെ നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചിരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണല്ലേ. ഞാനിതിപ്പോൾ ആദ്യം പൊട്ടിച്ചത് ഞാനിപ്പോൾ ആദ്യമായിട്ട് പൊട്ടിച്ചത് കാണിക്കാനത് എനിക്കറിയില്ലായിരുന്നല്ലേ ഇത് എൻ്റെ സാധനമാണെന്ന്. പൊട്ടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത സാധനമാണെന്ന് കേട്ടാ. ഇത് തന്നെ സാധനം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന, പക്ഷെ ഇതിൻ്റെ ഇത് കണ്ടേ സ്റ്റാൻഡ് ചെയ്യണ്ട 3 ഇങ്ങനെ കാല് പോലെ ഇല്ലേ, അതിലൊരെണ്ണം ഒടിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഈ സാധനത്തിനെ പറ്റി മിണ്ടിയിട്ടേ ഇല്ല. കുറെ പെട്ടൊക്കെ കളി ഞാൻ പറഞ്ഞു വാങ്ങിത്താന്നു. അപ്പൊ പറഞ്ഞു ഇനി മേടിച്ച് തരുമില്ല, കൊച്ചുങ്ങൾക്ക് സൂക്ഷിമില്ല, കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുത്തിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഉണ്ടൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ മറ്റേ റിംഗ് ലൈറ്റിന്റെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കണം. അപ്പൊ അതിൽ തന്നെ എപ്പോഴും ചെയ്യാറ്. അപ്പൊ ഇതാള് പറയാതെ എനിക്ക് ബുക്ക് ചെയ്ത് കിട്ടിയ സാധനം കേട്ടാ. എന്നാലും സന്തോഷം. അപ്പൊ ഞാൻ ഇത് അറിഞ്ഞ വെച്ചെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പൊട്ടിക്കൊള്ളാം. എനിക്കറിയില്ലല്ലേ ഇത് എന്റെ സാധനമാണെന്ന്. സന്തോഷമായി ഗോപി കേട്ടാ. ഇതിങ്ങനെ പോരൂലെന്ന് തോന്നുന്നു. ഞാൻ പോലെന്ന് തോന്നട്ടോ. ചെറുതാണ്. ഞാൻ ഇനി വലിച്ചു പറിച്ചെടുക്കണില്ല. ചേട്ടൻ വന്നിട്ട് വലിച്ചു പോകാം. ഓക്കെ, നാളെ ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചരി തട്ട് കളിക്കും. പിന്നെ മറന്നു പോകും. പച്ചരി തന്നെ എടുത്ത് ഒരു ഓർമ്മ ശക്തി. രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുക്കും, 1 ഗ്ലാസ് ഉഴുന്നും. അങ്ങനെ ഞാൻ എടുക്കാറ്. 1 ഗ്ലാസ് ഇങ്ങനെ ഫുള്ളാക്കൂല, 3/4 ഭാഗം ഒരു തുള്ളിയും കൂടി എടുക്കുള്ളൂ. നിറച്ചങ്ങനെ പൊന്തിച്ചെടുക്കൂല. പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കണം.
പച്ചരിയും ഉഴുന്നും വേറെ വേറെ പാത്രത്തിലായിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണം. പച്ചരി ഉഴുന്നും കൂടി വേറെ വേറെ പാത്രത്തിലാക്കി നല്ലതുപോലെ കഴുകിയിട്ടിട്ട് ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കൂലേ, ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പച്ചരിയും ചോറും എല്ലാം കൂടി അരച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഒരു 6 മണി ആയിക്കണം കേട്ടോ ഞാൻ ഈ പച്ചരിയും ഉഴുന്നൊക്കെ കുതിർക്കാനായിട്ട് വെച്ചാൽ പാല് ഇന്ന് ട്യൂഷന് പോയിട്ടില്ല. അപ്പോൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാമെന്ന് കരുതി. അതിലൊരു ചെറിയൊരു വയറുവേദന. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പോവണ്ട, വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞു. ആമിക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പോകാൻ കുറേ നോട്ട്സ് എഴുതാനായിട്ട് മിസ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പേജൊക്കെ ആയിട്ട് ഒരൊറ്റ ദിവസം ഇരുത്തിയിട്ടാണ് അങ്ങനെ എഴുതിക്കേണ്ടത് കേട്ടോ. കുറേ ഉണ്ട് എഴുതാനായിട്ട്. അപ്പോൾ തലേ ദിവസം തിങ്കളാഴ്ച പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 ദിവസം എഴുതിയാൽ അത് തീരുള്ളൂ. അപ്പോൾ അത് എഴുതാനായിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചേട്ടന് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇറയത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ അത് ആളെനിക്ക് ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്ക് വാങ്ങി തന്നെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങി തന്നെങ്കിലും നേരിട്ടത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ അലമാരിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കണേണ്. അപ്പോൾ ഞാൻ ചോദിക്കണത് എന്നാണ് ബുക്ക് ചെയ്തത്, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയണേന് കേട്ടോ. സാധാരണ എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണേ ഒന്നെങ്കിൽ ഞാൻ കുറേ ദിവസം ഇങ്ങനെ പുറകെ നടക്കണം എന്തെങ്കിലും എനിക്ക് വാങ്ങിത്തരണമെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് പറയും ഇതുപോലെ ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ ഇന്ന സാധനം ഞാൻ വാങ്ങുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറയും. പക്ഷേ ഇതെന്നോട് പറഞ്ഞില്ല അതുകൊണ്ടിട്ട്. പക്ഷെ നമുക്ക് പറയാതെ കിട്ടുമ്പോൾ അതിന് സന്തോഷമുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളതൊക്കെ നോക്കണേന് കേട്ടോ. പിന്നെ നമ്മളെ ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, കാരണം ആ സമയത്ത് നടക്കുമെങ്കിൽ മാത്രം. അതും ഈ ആഴ്ച തന്നെ നമ്മൾ പോകും കേട്ടോ. അത് ഞാൻ കൂടുതലൊന്നും വിശദമായിട്ട് പറയാത്തത്, സാധാരണ നമ്മളെപ്പോൾ തീരുമാനിച്ചാലും നമുക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. പല ആവശ്യങ്ങൾ വേറെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പോകണതിൻ്റെ തലേദിവസം ഞാൻ പറയാം കേട്ടോ എവിടെയാണ് പോകണത് എന്താണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയൊക്കെ പോയിട്ട് ഒരു 4 വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരിടത്തും പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പോകാനായിട്ടൊക്കെ തീരുമാനിച്ച് എല്ലാമൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും അതിലും വലിയ ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ പോക്ക് അങ്ങോട്ട് ക്യാൻസലാക്കും. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാത്തത് ചിലപ്പോൾ നടന്നില്ലെങ്കിലാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. അതുകൊണ്ടിട്ട് പോണതിൻ്റെ തലേദിവസം പറയാം കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസക്കല്ലേ നമ്മൾ ഇതുപോലെയൊക്കെ സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിയിട്ട് പിന്നെ നശിച്ച് പോകുമ്പോൾ അവർക്കത് വിഷമം ഉണ്ടാവില്ല. കാരണം അവർ അധ്വാനിച്ച് കൊണ്ടുവന്നതിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ വാങ്ങണത്. അപ്പോൾ അതിപ്പോൾ എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൂടി. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്താണ് എനിക്ക് ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങി തന്നത്. അപ്പോൾ അത് ആമിക്ക് കളിക്കാൻ കൊടുത്ത് നശിപ്പിച്ചെന്നാണ് എപ്പോഴും ചേട്ടൻ പറയണത്. കാരണം എപ്പോൾ നോക്കിയാലും കൊച്ചിൻ്റെ കയ്യിൽ അതുണ്ടാവും. കൊണ്ടേയെടുത്ത് സൂക്ഷിച്ച് വെക്കെന്ന് പറയുമ്പോൾ ഞാനത് വാങ്ങുമ്പോൾ ആമി തുടങ്ങും കരച്ചിൽ. അപ്പോൾ പിന്നെ ഞാൻ കരുതി വന്നാൽ അത് ആമിയുടെ കയ്യിൽ ഇരുന്നോട്ടേന്ന്. അങ്ങനെ അത് ആമി ഒടിച്ചെടുത്തു. തൊട്ടാൽ ഒടിഞ്ഞു പോകണതാണ്, അത് വേറെ കാര്യം. അതിൻ്റെ സ്റ്റാൻഡിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. അതൊന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് അന്ന് ചെയ്തായി പോയപ്പോഴത്തേക്കും ഞാനത് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് ഇനി വാങ്ങിത്തരില്ലെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് നമ്മുടെ ആ റിംഗ് ലൈറ്റൊക്കെ ഉള്ള ആ സ്റ്റാൻഡ് വാങ്ങി തന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഫോണ് അഥവാ എടുക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ ഫോണ് കയ്യിലെടുത്തിട്ട് എടുക്കും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയാണ്ട് വാങ്ങി തന്നപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്കേ നമ്മുടെ വീഡിയോ ഇപ്പോൾ തീരും കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 6:30-6:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പിള്ളേരെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലണം. പിന്നെ വേണ്ടിയിട്ട് ഇനി കുറച്ച് ചില്ലറ പണികളൊക്കെ, ആമിയുടെ ആലുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.